ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുട്ടുവേദനയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച്. മുട്ടുവേദന എന്നത് പലപ്പോഴും വാർദ്ധക്യത്തോടുകൂടി കാണാറുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ ഇന്ന് ഇത് ചെറുപ്പക്കാരിലും കാണുന്നുണ്ട്. എന്നാൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് കൂടുതൽ സാധാരണമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, എന്തൊക്കെ ചെയ്യാം, എങ്ങനെ ഇത് കുറയ്ക്കാം എന്നൊക്കെ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം മുട്ടുവേദന എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. 50 വയസ്സിന് മുകളിലുള്ളവരിൽ മുട്ടുവേദനയുടെ പ്രധാന കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്, അതായത് മുട്ടിന്റെ തേയ്മാനം. മുട്ടിന്റെ ജോയിന്റിലുള്ള കാർട്ടിലേജ്, അതായത് എല്ലുകൾ തമ്മിൽ ഉരസാതെ സുഗമമായി നീങ്ങാൻ സഹായിക്കുന്ന ഒരു കുഷനിംഗ് പോലുള്ള ഭാഗം, ഇത് തേയാൻ തുടങ്ങുന്നു. ഇത് സ്ത്രീകളിൽ കൂടുതൽ കാണപ്പെടുന്നു, കാരണം ശരീരഭാരം കൂടുന്നതും ഹോർമോൺ മാറ്റങ്ങളും ഇതിന് കാരണമാകാം. ഉദാഹരണത്തിന് 50 കിലോ ഭാരമുള്ള ഒരാളുടെ മുട്ട് ഏകദേശം 150 കിലോ ഭാരം വഹിക്കേണ്ടിവരും. അതായത് നമ്മുടെ ശരീരഭാരത്തിന്റെ 3 ഇരട്ടി ഭാരം മുട്ട് സഹിക്കുന്നു. അതുകൊണ്ട് 1 കിലോ ഭാരം കുറച്ചാൽ മുട്ടിന്റെ ഭാരം 3 കിലോ കുറയുന്നതിന് തുല്യമാണ്. മുട്ടുവേദന വരുന്ന മറ്റൊരു കാരണം ശരീരത്തിലെ മസിലുകളുടെ ദൗർബല്യമാണ്. മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾ ശക്തമല്ലെങ്കിൽ ജോയിന്റിന് കൂടുതൽ സമ്മർദ്ദം വരും. കൂടാതെ ചിലർക്ക് ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലിന്റെ ബലക്ഷയം, ഇതും മുട്ടുവേദനയ്ക്ക് കാരണമാകാം. ചിലപ്പോൾ മുട്ടിന്റെ മുന്നിൽ വേദന അനുഭവപ്പെടാം, പ്രത്യേകിച്ച് കുനിയുമ്പോഴോ പടികൾ കയറുമ്പോഴോ മുട്ടുമടക്കുമ്പോഴോ. ഇതിനെ ആന്റീരിയർ നീ ജോയിന്റ് പെയിൻ എന്ന് വിളിക്കുന്നു. ഇത് പലപ്പോഴും മുട്ടിന്റെ ചിരട്ടയ്ക്ക് പിന്നിലുള്ള കാർട്ടിലേജിന്റെ തേയ്മാനം മൂലമാണ്. ഇനി മുട്ടുവേദന എങ്ങനെ കുറയ്ക്കാം? ആദ്യം ശരീരഭാരം നിയന്ത്രിക്കുക. ഭാരം കുറഞ്ഞാൽ മുട്ടിന്റെ സമ്മർദ്ദം ഗണ്യമായി കുറയും. രണ്ടാമത്, മസിൽ ശക്തമാക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുക. മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾ ശക്തമാകുമ്പോൾ ജോയിന്റിന്റെ ലോഡ് കുറയും. മൂന്നാമത്, ശരിയായ ഭക്ഷണം കഴിക്കുക. ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അയല, ചൂര തുടങ്ങിയ മത്സ്യങ്ങൾ, വാൾനട്ട്, അവക്കാഡോ എന്നിവ കഴിക്കുക. ഇവയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്, അത് വീക്കം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ പോലെ പാൽ, തൈര് എന്നിവ എല്ലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് കടല, പരിപ്പ്, മുളപ്പിച്ചവ എന്നിവ മസിലുകൾക്ക് ശക്തി നൽകും. ഇനി വീട്ടിൽ ചെയ്യാവുന്ന ചില ലളിതമായ പരിഹാരങ്ങൾ നോക്കാം. ഒന്നാമത്, കടുകെണ്ണ ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് പുരട്ടി മസാജ് ചെയ്യുക. ഇത് വേദന കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത്, ചൂടും തണുപ്പും മാറ്റി മാറ്റി കംപ്രസ് ചെയ്യുക. 1 മിനിറ്റ് ചൂടുവെള്ളം ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുക, പിന്നെ 1 മിനിറ്റ് തണുത്ത വെള്ളം. ഇത് ആൾട്ടർനേറ്റായി ചെയ്യുന്നത് വീക്കവും വേദനയും കുറയ്ക്കും. മൂന്നാമത്, ഒരു ചെറിയ കഷണം പച്ചമഞ്ഞൾ ചവച്ച് കഴിക്കുക. ഇതിലുള്ള കുർക്കുമിൻ എന്ന ആന്റി ഓക്സിഡന്റ് വീക്കം കുറയ്ക്കാൻ സഹായിക്കും. ഇനി മുട്ടുവേദന കുറയ്ക്കാൻ 3 ലളിതമായ വ്യായാമങ്ങൾ പരിചയപ്പെടുത്താം. ഒന്നാമത്തേത്, ഒരു ടർക്കി റോൾ ചെയ്ത് മുട്ടിന്റെ അടിയിൽ വെക്കുക. കട്ടിലിൽ നിവർന്നു കിടന്ന് മുട്ടിൽ ടർക്കിയിൽ അമർത്തി 1 മിനിറ്റ് പിടിക്കുക. ഇതിനിടയിൽ ശ്വാസോച്ഛ്വാസം സാധാരണ നിലയിൽ തുടരുക. 1 മിനിറ്റിന് ശേഷം 30 സെക്കൻഡ് വിശ്രമിക്കുക. ഇത് ദിവസവും 2 തവണ ചെയ്യുക. രണ്ടാമത്തേത്, കട്ടിലിൽ നിവർന്നു കിടന്ന് 2 കാലുകളും മടക്കി പുറം അല്പമുയർത്തി 1 മിനിറ്റ് പിടിക്കുക. ഇതിനിടയിൽ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. 30 സെക്കൻഡ് വിശ്രമിച്ച് ഇത് ദിവസവും 5 തവണ ആവർത്തിക്കുക. മൂന്നാമത്തേത്, ഒരു കസേരയിൽ ഇരിക്കുന്നതുപോലെ 10 സെക്കൻഡ് നിൽക്കുക, പിന്നെ എഴുന്നേൽക്കുക. ഇത് 5 തവണ ആവർത്തിക്കുക. ഈ വ്യായാമങ്ങൾ മസിലുകളെ ശക്തിപ്പെടുത്തി വേദന കുറയ്ക്കും. ഈ വീഡിയോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമാണ്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഒരു യോഗ്യതയുള്ള ഡോക്ടറെ സമീപിക്കുക. നിന്റെ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ്, അതിനെ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ആരോഗ്യത്തോടെ ഇരിക്കൂ.